നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VK മധുസാറിൻ്റെ ഒറ്റ നിറമുള്ള മഴവില്ല് എന്ന ലേഖന സമാഹാരത്തിലെ ഗ്രന്ഥാലയങ്ങൾക്കും വിലങ്ങുകളോ എന്ന ലേഖനമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഇന്ത്യയിൽ ഇദംപ്രദമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രാലയം മുൻകൈയെടുത്ത് രാജ്യത്താകെയുള്ള ഗ്രന്ഥശാലകളുടെ ഒരു മഹോത്സവം സംഘടിപ്പിക്കുന്നത്. 2023 ഓഗസ്റ്റ് 5-6 തീയതികളിൽ ഡൽഹിയിൽ ചേർന്ന ലൈബ്രറി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുമായിരുന്നു. പ്രഗതി മൈതാനിൽ സജ്ജമാക്കിയ വേദിയിൽ വിവിധ സെക്ഷനുകളിലായ എക്സിബിഷനുകളും വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംവാദങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും കുട്ടികളുടെ കോർണറുകളും ഒരുക്കിയിരുന്നു. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലൈബ്രറി പ്രതിനിധികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള വിദഗ്ധന്മാരും ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുത്തിരുന്നു. വിവിധ സെഷനുകളിലായി നടന്ന അവതരണങ്ങളും സംവാദങ്ങളുമെല്ലാം കൃത്യമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയെ അടിസ്ഥാനമാക്കിയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. ലൈബ്രറി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിനും സംഘാടകർക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. 3 കാര്യങ്ങളാണ് ദേശീയ ഗ്രന്ഥശാല മഹോത്സവത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത്. കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഭാരതത്തിൻ്റെ സുവർണ്ണ ഭൂതകാലത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വൺ നേഷൻ വൺ ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയമാണ് മുന്നോട്ട് വച്ചത്. ഇന്ത്യയിലെ ഗ്രന്ഥശാലകളെ സംസ്ഥാന പട്ടികയിൽ നിന്ന് മാറ്റി സമവർത്തി പട്ടികയിൽ, അതായത് കൺകറൻറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ പോകുന്നു എന്ന വെളിപ്പെടുത്തലായിരുന്നു മറ്റൊരു കാര്യം. രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 46,746 പബ്ലിക് ലൈബ്രറികളാണുള്ളത്. എന്നാൽ രാജ്യത്തൊട്ടാകെയുള്ള ഗ്രന്ഥശാലകളുടെ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൽക്കട്ട സെൻട്രൽ ലൈബ്രറിയുടെ കണക്കനുസരിച്ച് 54,000 ലൈബ്രറികളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതിൽ 9,515 ലൈബ്രറികൾ കേരളത്തിനാണുള്ളത്. കർണാടകയിൽ 5,792, തമിഴ്നാട്ടിൽ 3,527, പശ്ചിമ ബംഗാളിൽ 2,452 പബ്ലിക് ലൈബ്രറികളുണ്ട്. മഹാരാഷ്ട്രയിൽ 12,148, ഗുജറാത്തിൽ 3,168 ഗ്രന്ഥശാലകൾ വിവിധ ട്രസ്റ്റുകളും NGOകളുടെയും നേതൃത്വത്തിലുണ്ട്. ആന്ധ്രാപ്രദേശിൽ 1,436 ലൈബ്രറികളുണ്ട്. മേഘാലയയിൽ 8ഉം രാജസ്ഥാനിൽ 323 ലൈബ്രറികളാണുള്ളത്. രാജ്യത്താകെയുള്ള ലൈബ്രറികൾ മഹാഭൂരിപക്ഷവും 4-5 സംസ്ഥാനങ്ങളായാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ പലതിലും 1000-ന് താഴെയാണ് ഗ്രന്ഥശാലകളുടെ എണ്ണം. പല സംസ്ഥാനങ്ങളിലും വിരലെണ്ണാവുന്നയും സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ ഈ കൂട്ടത്തിൽപ്പെടുന്നതല്ല. സ്വാതന്ത്ര്യം നേടി 77 വർഷങ്ങൾ പിന്നിടുമ്പോഴും രാജ്യത്താകെ പൊതു ഗ്രന്ഥശാലകളുടെ ചിത്രമാണിത്. കേരളത്തിൽ മാത്രമാണ് ജനകീയമായും ജനാധിപത്യപരമായും പ്രവർത്തിക്കുന്ന ലൈബ്രറികളുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാല സാധ്യതയുള്ള സംസ്ഥാനവും കേരളമാണ്. ജനാധിപത്യത്തിൽ വേരൂന്നിയ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം സർഗാത്മകതയുടെയും ആശയവൈവിധ്യത്തിൻ്റെയും വലിയ ലോകമാണ് തുറന്നു വയ്ക്കുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തവും കൂട്ടായ്മയാണ് അതിൻ്റെ മുഖമുദ്ര. വിഭാഗീയ ചിന്തകൾക്ക് അതീതമായ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ ഊഷ്മളമായി നിലനിർത്തുന്നതിൽ മതനിരപേക്ഷ പൊതു ഇടങ്ങളായ വായനാശാലകൾക്കുള്ള പങ്ക് ചെറുതല്ല. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സന്ദേശവാഹകർ കൂടിയായിരുന്നു കേരളത്തിലെ ഗ്രന്ഥശാലകൾ. തുടക്കകാലം മുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവർത്തന ശൈലി കേരളത്തിലെ ഗ്രന്ഥശാലകൾക്കുണ്ടായിരുന്നു. അതാത് ദേശങ്ങളിലെ വിദ്യാസമ്പന്നരും ഉൽപ്പതിഷ്ണുക്കളുമായ ജനങ്ങൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് അവയെല്ലാം. സാമൂഹ്യ ലക്ഷ്യത്തോടെ സ്വയം സന്നദ്ധരായി ജനങ്ങൾ സംഭാവനകൾ സ്വരൂപിച്ച് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെട്ടു. ജാതി, മത, രാഷ്ട്രീയ വേർതിരിവുകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് കൂടാനും വായിക്കാനും ചർച്ച ചെയ്യാനും സാക്ഷരത പോലുള്ള സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അയിത്തം, അനാചാരങ്ങൾ തുടങ്ങിയ സാമൂഹിക വിപത്തുകളെ ചെറുക്കാനും എല്ലാമുള്ള സാംസ്കാരിക ഇടങ്ങളായി കേരളത്തിലെ ഗ്രന്ഥശാലകൾ മുന്നേറി. സാക്ഷരതയിൽ കേരളത്തെ ഇന്ത്യയുടെ മുന്നിലെത്തിക്കുന്നതിൽ ആദ്യകാലം മുതൽ ഗ്രന്ഥശാലകൾ വഹിച്ച പങ്ക് പ്രധാനമാണ്. 80കളിൽ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടിയുള്ള ജനകീയ യജ്ഞത്തിൽ ഗ്രന്ഥശാലകൾ മുന്നിലായിരുന്നുവല്ലോ. ഗ്രന്ഥശാലകൾ നിശാപാഠശാലകളായും ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച കേരളത്തിൻ്റെ അക്ഷര മുന്നേറ്റത്തിൻ്റെ തേരാളികളായി മാറുകയും ചെയ്തു. എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് സാക്ഷരത. എന്നാൽ സ്വാതന്ത്ര്യം നേടി 77 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്ത്യയുടെ പൊതുസ്ഥിതി എന്താണ്? 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഭരണഘടനയുടെ 45-ാം വകുപ്പിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയത്. ഒരു രാഷ്ട്രത്തിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. ലോകത്ത് മിക്ക രാജ്യങ്ങളുടെയും പുരോഗതിക്ക് അടിത്തറയായി മാറിയത് വിദ്യാഭ്യാസം നൽകിയ ഊന്നലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഭരണഘടനയിൽ ഇടം പിടിച്ചില്ല. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി 2009 UPA സർക്കാർ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാസ്സാക്കി. എന്ത് ഫലം? വിവിധ സംസ്ഥാനങ്ങളുടെ സാക്ഷരതാ നിരക്കുകൾ പരിശോധിച്ചാൽ വസ്തുതകൾ വ്യക്തമാകും. സാക്ഷരതയിൽ മുന്നിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം തന്നെ 96.2% കേരളത്തിലെ സാക്ഷരത. തൊട്ടു പിന്നിൽ മിസോറാമാണ്, 91.58%. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും 90%-ന് മുകളിൽ സാക്ഷരതയില്ല.
ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 66.4% സാക്ഷരത. 69.7% രാജസ്ഥാൻ തൊട്ട് പിന്നിലുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവങ്ങൾ പൊടിപൊടിക്കുമ്പോൾ രാജ്യത്തെ ജനസംഖ്യയുടെ 4/1 ജനങ്ങൾ നിരക്ഷരായി കഴിയേണ്ടുന്ന ദുരവസ്ഥ നിലനിൽക്കുകയാണ്. ഇനിയും നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് അക്ഷരത്തിൻ്റെ ഹരിശ്രീ കുറിക്കാൻ അവസരം ലഭിക്കാത്ത, പുസ്തകങ്ങളും വായനയും അപ്രാപ്യമായിരിക്കുന്ന ഒരു രാജ്യത്താണ് ഗ്രന്ഥശാലകളുടെ മേൽ പിടിമുറുക്കാൻ ഭരണാധികാരികൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. രാജ്യത്തെ സാക്ഷരത ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും ഗ്രന്ഥശാലകൾ കുറവായതും യാദൃച്ഛികമാകാനിടയില്ല. ജനസംഖ്യാനുപാതികമായി ഗ്രന്ഥശാലകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. 3510 പേർക്ക് ഒരു ലൈബ്രറി വീതമുണ്ട്. മഹാരാഷ്ട്രയിൽ 8987 പേർക്കാണ് ഒരു ലൈബ്രറി. മേഘാലയയിൽ 29,66,889 പേർക്കാണ് ഒരേ ലൈബ്രറി ഉള്ളത്. രാജ്യത്തൊട്ടാകെ പരിശോധിച്ചാൽ 25,925 പേർക്കാണ് ഒരു ലൈബ്രറി. ജനങ്ങൾക്ക് വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഉയർച്ച ഉറപ്പാക്കുന്നത് പോയിട്ട് സാക്ഷരത പോലും ഉറപ്പാക്കുന്ന കാര്യത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. സമൂഹം ഇതുവരെ ആർജിച്ചിട്ടുള്ള സർവ്വവിജ്ഞാനങ്ങളും സമൂഹത്തിൻ്റെ ആകെ സമ്പത്ത് എന്ന നിലയിൽ നാം കാണേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വിജ്ഞാനം വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. വിദ്യാഭ്യാസം പോലും വാണിജ്യവൽക്കരിക്കപ്പെടുകയും സമ്പത്തുള്ളവർക്ക് മാത്രം ലഭ്യമാവുകയും ചെയ്യുന്ന പ്രവണത ശക്തമായി തീർന്നിരിക്കുന്നു. നവലിബറൽ നയങ്ങളും സമ്പത്തിൻ്റെ കേന്ദ്രീകരണവും വഴി ഇന്ത്യയിൽ ഒരു മധ്യവർഗ്ഗം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആധുനിക നേട്ടങ്ങൾ ഈ മധ്യവർഗ്ഗ സമൂഹത്തിന് മാത്രമായി നീക്കിവെക്കപ്പെടുന്നു. ഈ വിവേചനം മൂർച്ഛിക്കുകയും ഒരു വിഭാഗം ജനങ്ങൾ രാജ്യത്തിൻ്റെ പൊതുവായ സാംസ്കാരിക ധാരകളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ തന്നെ പ്രാചീനമായ സംസ്കാരങ്ങളൊന്ന് ഭാരതത്തിൻ്റേതാണെന്ന് നാം അഭിമാനം കൊള്ളുന്നുണ്ട്. ഭാരതത്തിൻ്റെ സുവർണ്ണ ഭൂതകാലത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ നളന്ദ, തക്ഷശില, വിക്രമശാല തുടങ്ങിയ പ്രാചീന ഗ്രന്ഥാലയ മാതൃകകൾ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ചും ബോധപൂർവമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് വരികയുണ്ടായി. അധികാര ശ്രേണിയിൽ ബ്രാഹ്മണ്യം ആധിപത്യം നേടുകയും മറ്റെല്ലാ ആശയങ്ങളെയും തമസ്കരിക്കുകയും ചെയ്തതാണ് ഭാരതത്തിൻ്റെ വൈജ്ഞാനിക ഭൂതകാലം. സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പുരോഗമനപരവും മാനവികവുമായ വശങ്ങളെ മറച്ചുവെക്കാനാണ് ഈ ശക്തികൾ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ പൗരാണികമായ വിജ്ഞാനമാണ് ശ്രേഷ്ഠമെന്നും അത് ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഇന്നത്തെ സാംസ്കാരിക കടമയെന്നുമുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ്. ചരിത്ര കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വികസിച്ചു വന്ന സംസ്കാരവും സാഹിത്യവും കലയുമെല്ലാം അന്യോന്യമുള്ള വിനിമയത്തിലൂടെയാണ് വളർന്നു വന്നത് എന്ന ചരിത്ര വസ്തുത വിസ്മരിക്കപ്പെടുകയാണിവിടെ. ഒരു രാജ്യം ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയം വളരെയേറെ ആശങ്കകൾ ഉണർത്തുന്ന ഒന്നാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിവാക്കപ്പെട്ടിട്ടില്ല. രാജ്യത്തെ ലൈബ്രറികളുടെ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ലൈബ്രറിയാണിത്. ഈ രംഗത്ത് ഇന്ന് വലിയ പുരോഗതിയും കൈവരിച്ചിട്ടുണ്ട്. ലോകഭാഷകളിലേക്കും ഇന്ത്യൻ ഭാഷകളിലേക്കുമുള്ള പുസ്തകങ്ങളുടെ മൊഴിമാറ്റവും രാജ്യത്തൊട്ടാകെയുള്ള ലൈബ്രറികളെ ആകെ ഏകോപിതമായ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതിൻ്റെ വിവരങ്ങൾ ലൈബ്രറി അധികൃതർ വിവരിച്ചു തരികയുണ്ടായി. ഇവിടെയാണ് ഒരു രാജ്യം ഒരു ഡിജിറ്റൽ ലൈബ്രറി ആശയം രംഗപ്രവേശനം നടത്തുന്നത്. ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കപ്പെടുന്ന ആശയങ്ങളെ രാജ്യത്തെ എല്ലാ ലൈബ്രറി സോഫ്റ്റ്വെയറുകളിലേക്കും വിന്യസിപ്പിക്കാനും ലൈബ്രറികളെ ആശ്രയിക്കുന്ന വിജ്ഞാന സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാനും ഇതിലൂടെ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ഗ്രന്ഥശാലകളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ പദ്ധതിയാണ് സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2023 24.5,000 crore രൂപയുടെ വികസന പദ്ധതികളാണ് ഇതിൽ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയുമുള്ള വിജ്ഞാനവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെയും റിസർച്ച് സ്കോളർമാർക്ക് അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനും തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കും തൊഴിൽ പരിശീലനങ്ങൾക്കും ഉപരിപഠനങ്ങൾക്കും സഹായകരമായ തരത്തിൽ ഉപയോഗപ്പെടുത്താനുമാണ് ഉദ്ദേശം. ഒപ്പം ഗ്രാമീണ ഗ്രന്ഥശാലകളുടെയും കുട്ടികളുടെ ലൈബ്രറികളുടെയും ആധുനികവൽക്കരണവും പുസ്തക ശേഖരണത്തിൻ്റെ വിപുലീകരണവും ലക്ഷ്യമിടുന്നു. പൊതുവെ സ്വാഗതാർഹമായ പദ്ധതിയാണ് ഇതെന്ന് തോന്നാം. എന്നാൽ രാജ്യത്തൊട്ടാകെയുള്ള ലൈബ്രറികളെ കൂട്ടിയിണക്കുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയം മുന്നിൽ നിൽക്കുമ്പോൾ ഈ വൻ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലൈബ്രറികളെ സമവർത്തി പട്ടികയിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ നോക്കിക്കാണേണ്ടത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനത്തിലാണ് രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ ജനറൽ പ്രൊഫസർ അജയ് പ്രതാപ് സിംഗ് സമവർത്തി പട്ടികയുടെ കാര്യം അവതരിപ്പിച്ചത്. പിന്നീട് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിലാണ് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെട്ടത്. സമീപഭാവിയിൽ തന്നെ പാർലമെൻറ്റിൽ ഇതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിലെ ഗ്രന്ഥശാലകളുടെ സ്വാതന്ത്ര്യവും തനിമയാർന്നതുമായ അസ്തിത്വത്തെ അസ്ഥിരപ്പെടുത്തി അതിൻ്റെ ജനാധിപത്യ അടിത്തറ തകർക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. സംസ്ഥാന വിഷയമായിരുന്ന വിദ്യാഭ്യാസ രംഗവും സഹകരണ മേഖലയും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കങ്ങൾ ഇന്ന് ശക്തമാണല്ലോ. ചരിത്ര ഗവേഷണ കൗൺസിൽ, NCERT സിലബസിലെ പരിഷ്കാരങ്ങൾ, പാഠപുസ്തകത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയെല്ലാം സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ വൈജ്ഞാനിക രംഗത്തെ ആകെ കൈയടക്കാനും ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കാനുമുള്ള ആസൂത്രിതമായ അജണ്ടയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്ത് വായിക്കണമെന്നും എങ്ങനെ എഴുതണമെന്നും ഏതു തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും എല്ലാം നിർദ്ദേശിക്കപ്പെടുന്ന സാഹചര്യമാണ് കടന്നു വരുന്നത്.
ലോകത്തിലും ഇന്ത്യയിലും വൻ വ്യവസായമായി മാറിയിട്ടുള്ള പുസ്തക പ്രസാധനത്തിനും അച്ചടി മാധ്യമങ്ങൾക്കും ഈ ചരടുകൾ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മിത്തുകളുടെയും വിശ്വാസങ്ങളുടെയും ആശയലോകം വികസ്വരമാക്കി ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനാണ് ശ്രമം. ആർഷഭാരത സംസ്കാരത്തിൻ്റെ മിഥ്യാഭിമാനം ആളിക്കത്തിച്ച് കാലഹരണപ്പെട്ട ബ്രാഹ്മണാധിപത്യ വ്യവസ്ഥയുടെ കാലത്തെ പ്രകീർത്തിക്കാനാണ് നോക്കുന്നത്. വിവേചനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു പോകാനല്ല, വിജ്ഞാനത്തിൻ്റെയും മാനവികതയുടെയും വെളിച്ചത്തിലേക്ക് പ്രയാണം തുടരാനാണ് ശ്രമിക്കേണ്ടത്. കടമ്മനിട്ടയുടെ വരികൾ നമുക്ക് ഓർക്കാം. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ സുൽത്താന്മാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. കാരണം അക്ഷരങ്ങൾ അഗ്നിയാണ്, പുസ്തകങ്ങൾ ആയുധമാണ്. നന്ദി.